നമസ്കാരം. CCTV പരിസ്ഥിതി ദിന വാർത്തയിലേക്ക് സ്വാഗതം. ജൂൺ 5 പരിസ്ഥിതി ദിനാചരണത്തിന്റെ പ്രാധാന്യം ഉൾക്കൊണ്ട് മേഖലയിൽ വിവിധ സംഘടനകളുടെയും ക്ലബ്ബുകളുടെയും സഹകരണ സ്ഥാപനങ്ങളുടെയും വിദ്യാലയങ്ങളുടെയും നേതൃത്വത്തിൽ ദിനാചരണം നടത്തി. വൃക്ഷത്തൈ നട്ടും വിതരണം ചെയ്തുമായിരുന്നു ദിനാചരണം നടത്തിയത്. വിശദാംശങ്ങളിലേക്ക്. പെരുമ്പിലാവ്, ആൽത്തറ, അറക്കൽ കോൺഗ്രസ് വാർഡ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ആൽത്തറ സെന്ററിൽ നടന്ന ചടങ്ങ് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് PK ദേവദാസ് ഉദ്ഘാടനം ചെയ്തു. ബൂത്ത് പ്രസിഡന്റ് ജാഫർ കോടതിപ്പടി, പാർലമെന്ററി പാർട്ടി ലീഡർ നിഷ അരേകത്ത്, ഫൈസൽ കാഞ്ഞിരപ്പള്ളി, MM അബ്ദുൾ, പഞ്ചായത്ത് അംഗം KP ദിവ്യ, PM അബൂബക്കർ എന്നിവർ പങ്കെടുത്തു. വെള്ളിത്തിരുത്തി ബ്ലൂമിംഗ് ബഡ്സ് ബദാനിയ സീനിയർ സെക്കൻഡറി സ്കൂളിൽ സ്കൂൾ മാനേജർ ഫാദർ സ്കറിയ OIC, ഫാദർ മത്തായി OIC എന്നിവർ ചേർന്ന് വൃക്ഷത്തൈ നട്ട് ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥികൾ വിവിധയിനം വൃക്ഷത്തൈകൾ പരസ്പരം കൈമാറി. വിത്തെറിയൂ, ഒരു വനമുണ്ടാക്കൂ എന്ന സന്ദേശമുയർത്തി വിദ്യാർത്ഥികൾ വിവിധ വൃക്ഷങ്ങളുടെയും സസ്യങ്ങളുടെയും വിത്തുകൾ ഉപയോഗിച്ച് വിത്തുപന്തുകൾ നിർമ്മിച്ചു. പരിസ്ഥിതി സംരക്ഷണത്തിന്റെ പ്രാധാന്യം വ്യക്തമാക്കുന്ന പ്രസംഗം, കവിത, ഗ്രൂപ്പ് ഡാൻസ് എന്നിവയുടെ അവതരണവും പോസ്റ്ററുകളുടെ പ്രദർശനവും സംഘടിപ്പിച്ചു. പ്രിൻസിപ്പൽ ഷേബ ജോർജ്, വൈസ് പ്രിൻസിപ്പൽ C രാധാമണി, കോർഡിനേറ്റർമാരായ TS സുരേഖ, VA നിത്യ, അധ്യാപകരായ P ബിന്ദു, നിത്യ K കുമാർ, സുമ മനോജ് എന്നിവർ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. ചാവക്കാട് നഗരസഭയുടെ നേതൃത്വത്തിൽ വിഭാവനം ചെയ്ത ഗ്രീൻ ബെൽറ്റ് പ്ലാന്റേഷൻ പദ്ധതിക്ക് തുടക്കം. നഗരസഭാ പരിധിയിൽ 1000 വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിക്കുന്ന ബൃഹത്തായ പദ്ധതിയുടെ ഉദ്ഘാടനം മിനി വാഗമണിൽ വെച്ച് ഗുരുവായൂർ MLA NK അക്ബർ നിർവഹിച്ചു. ചാവക്കാട് നഗരസഭാ ചെയർമാൻ AH അക്ബർ അധ്യക്ഷത വഹിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷരായ P യതീന്ദ്രദാസ്, ലിഷ മത്രംകോട്ട്, KH സലാം, KP രഞ്ജിത് കുമാർ, കൗൺസിലർ ഷീജ പ്രശാന്ത് എന്നിവർ സംസാരിച്ചു. നഗരസഭ വൈസ് ചെയർപേഴ്സൺ ബിൻസി സന്തോഷ് സ്വാഗതവും ക്ലീൻ സിറ്റി മാനേജർ B ദിലീപ് നന്ദിയും പറഞ്ഞു. ചാവക്കാട് നഗരസഭയിലെ മുഴുവൻ വാർഡുകളിലും ഇന്ന് വൃക്ഷത്തൈകൾ നടുന്നതിനുള്ള പ്രത്യേക ക്രമീകരണങ്ങൾ ഒരുക്കുകയും ജനപങ്കാളിത്തത്തോടെ വിജയകരമായി പൂർത്തിയാക്കുകയും ചെയ്തു. ജനപ്രതിനിധികൾ, LF കോളേജ് വിദ്യാർത്ഥികൾ, മണത്തല സ്കൂൾ NSS വിദ്യാർത്ഥികൾ, പാവർട്ടി സെന്റ് ജോസ് ഹോസ്പിറ്റൽ നഴ്സിംഗ് കോളേജിലെ വിദ്യാർത്ഥികൾ, നഗരസഭ ആരോഗ്യ വിഭാഗം ജീവനക്കാർ, ശുചീകരണ തൊഴിലാളികൾ, ഹരിതകർമ്മ സേനാംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു. പരിസ്ഥിതി ദിനത്തിൽ കുളവെട്ടി മരങ്ങളുടെ സംരക്ഷണവും വ്യാപനവും ഏറ്റെടുത്ത് എളവള്ളി ഗ്രാമപഞ്ചായത്ത്. പഞ്ചായത്തും ജൈവവൈവിധ്യ പരിപാലന സമിതിയും ചേർന്നാണ് പരിസ്ഥിതി ദിനത്തിന്റെ ഭാഗമായുള്ള ചടങ്ങുകൾ സംഘടിപ്പിച്ചത്. പ്രൊഫസർ C രവീന്ദ്രനാഥ് MLA ദിനാചരണം ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് KU സരിത അധ്യക്ഷയായി. വൈസ് പ്രസിഡന്റ് അശോകൻ മൂക്കോല, സ്ഥിരം സമിതി അധ്യക്ഷരായ NB ജയ, സനിൽ കുന്നത്തുള്ളി, ചിത്ര രതീഷ്, പഞ്ചായത്ത് അംഗം TG അനീഷ്, എളവള്ളി സഹകരണ ബാങ്ക് പ്രസിഡന്റ് KP രാജു, CDS ചെയർപേഴ്സൺ MG പ്രശാന്തി, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ PG സുബിദാസ്, പഞ്ചായത്ത് സെക്രട്ടറി തോമസ് ഏലിയാസ് രാജൻ, BMC അംഗങ്ങൾ തുടങ്ങിയവർ സംസാരിച്ചു. പരിസ്ഥിതി ദിനത്തിന്റെ ഭാഗമായി മണച്ചാൽ ബണ്ട് പരിസരത്ത് കുളവെട്ടി മരങ്ങൾ നട്ടു. കുളവെട്ടി മരങ്ങളുടെ വ്യാപനവും സംരക്ഷണവും നിലനിർത്തി രണ്ടാം ഘട്ട പ്രവർത്തനങ്ങളുടെ ഭാഗമായി നിലവിലെ മരങ്ങളിൽ ലയറിംഗ് നടത്തി. സെന്റ് തോമസ് കോളേജിലെ സസ്യവിഭാഗം അധ്യാപകർ, വിദ്യാർത്ഥികൾ, ഹരിതകർമ്മ സേനാംഗങ്ങൾ, തൊഴിലുറപ്പ് തൊഴിലാളികൾ, പൊതുപ്രവർത്തകർ തുടങ്ങിയ മേഖലകളിലെ പ്രമുഖർ പങ്കെടുത്തു. എയ്യാൽ ശ്രീ മൂകാംബിക വിദ്യാനികേതൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ കടങ്ങോട് പഞ്ചായത്ത് 12ാം വാർഡ് മെമ്പർ ഗീതാരാജൻ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ ചെയർമാൻ PD ഗോപാലൻ അധ്യക്ഷത വഹിച്ചു. സ്കൂൾ ചെയർമാൻ വാർഡ് മെമ്പർക്ക് സ്നേഹോപഹാരമായി നൽകിയ വൃക്ഷത്തൈ സ്കൂൾ അങ്കണത്തിൽ നട്ടു. സ്കൂൾ സെക്രട്ടറി ബേബി ഗോപാലൻ, പ്രധാനാധ്യാപകൻ ബൈജു, സ്റ്റാഫ് സെക്രട്ടറി ലീന എന്നിവർ സംസാരിച്ചു. പരിസ്ഥിതി സംരക്ഷണ പ്രതിജ്ഞയോടെ ചടങ്ങുകൾ സമാപിച്ചു. അധ്യാപകർ, വിദ്യാർത്ഥികൾ, PTA ഭാരവാഹികൾ എന്നിവർ പങ്കെടുത്തു. ഇടം സാംസ്കാരിക വേദി വെള്ളർക്കാട് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആദൂർ മഹാത്മാ സ്കൂളിൽ നടത്തിയ ദിനാചരണം കടങ്ങോട് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PA ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ കുമാരി അധ്യക്ഷത വഹിച്ചു. ഇടം സെക്രട്ടറി അക്ബർ അലി സന്ദേശം നൽകി. പഞ്ചായത്ത് മെമ്പർ ബാഹ്യാദ്രി, പ്രധാനാധ്യാപിക PK ദീപ്തി, സ്കൂൾ കാർഷിക ക്ലബ് കൺവീനർ PA അക്ബർ ഫൈസൽ, ഇടം ഭാരവാഹികളായ EK മിനി, ഷീജ റനി, നാസിമ ഷക്കീർ, നാരായണൻ കോടനാട്, TK അബൂബക്കർ എന്നിവർ പങ്കെടുത്തു. ചൂണ്ടൽ ഗ്രാമപഞ്ചായത്തിൽ പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി ചൂണ്ടൽകുന്ന് ജൈവ വൈവിധ്യ പാർക്കിൽ ബലവൃക്ഷ തൈകൾ നട്ടു. സ്പെഷ്യൽ ഗ്രാമസഭയും ചേർന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിനി പ്രസാദ് ബലവൃക്ഷ തൈ നട്ട് ഉദ്ഘാടനം നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് ജിഷ സുനിൽകുമാർ, ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ ജൂലറ്റ് ബിനു, ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ സച്ചിൻ പ്രകാശ്, പഞ്ചായത്ത് സെക്രട്ടറി MC മാറ്റ്ലി, പഞ്ചായത്ത് അംഗം KA രമേശ്, ആയുർവേദ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ജാസുലക്ഷ്മി, ഹോമിയോ മെഡിക്കൽ ഓഫീസർ പ്രേംദീക്ഷ് പ്രീതം,
ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ മേരി ജിഷ എന്നിവർ ജൈവ വൈവിധ്യ പാർക്കിൽ വൃക്ഷത്തൈ നട്ടു. തുടർന്ന് ശുചിത്വവും ഹരിതാഭവുമായ ഗ്രാമങ്ങൾ എന്ന ആശയത്തിലൂന്നി നടന്ന സ്പെഷ്യൽ ഗ്രാമസഭ ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പ്രവർത്തകനും ശ്രീകൃഷ്ണ കോളേജ് അധ്യാപകനുമായ ഡോക്ടർ ബ്രിനേഷ് ക്ലാസ് നയിച്ചു. പഞ്ചായത്ത് ജീവനക്കാർ, ആരോഗ്യ പ്രവർത്തകർ, തൊഴിലുറപ്പ് തൊഴിലാളികൾ, ഹരിതകർമ്മ സേനാംഗങ്ങൾ, പഞ്ചായത്ത് അംഗങ്ങളായ ഷൈസ്ന ജിംഷാദ്, മിനി രാജേഷ്, ഷീബ ശിവരാമൻ, PM ഉമ്മർ, PS സഹല, ഭവ്യ നിഖിൽ, CA ലിജു എന്നിവർ സംബന്ധിച്ചു. കുന്നംകുളം ഗുഡ് ഷെപ്പേർഡ് CMI സ്കൂളിൽ പരിസ്ഥിതി ദിനം ആചരിച്ചു. സ്കൂൾ മാനേജർ റവറൻ ഫാദർ സെൽജോ വെളിയന്നൂർക്കാരൻ CMI വൃക്ഷത്തെ നട്ടുകൊണ്ട് ദിനാചരണം ഉദ്ഘാടനം ചെയ്തു. പരിസ്ഥിതിക്ക് ദോഷകരമാകുന്ന ഒരു പ്രവൃത്തിയും ചെയ്യുകയില്ലെന്ന്, പരിസ്ഥിതിയെ സംരക്ഷിക്കുമെന്നും അധ്യാപകരും കുട്ടികളും ഒത്തുചേർന്ന് പ്രതിജ്ഞയെടുത്തു. പരിസ്ഥിതി ദിനത്തിൽ സ്കൂളിൽ വിദ്യാർത്ഥികൾ ഹരിതമരം നിർമ്മിച്ചു. പരിസ്ഥിതി സംരക്ഷിക്കാനും നിലനിർത്താനുമുള്ള പ്രവർത്തനങ്ങൾ വിദ്യാർത്ഥികളെ പങ്കാളികളാക്കാനും ബോധവാന്മാരാക്കാനും വേണ്ടിയാണ് ഹരിതമരം നിർമ്മിച്ചത്. സ്കൂൾ വൈസ് പ്രിൻസിപ്പൽ ഷാനു ജോഫി പരിസ്ഥിതിദിന സന്ദേശം കുട്ടികൾക്ക് നൽകി. തുടർന്ന് പരിസ്ഥിതി സംരക്ഷണത്തിൻ്റെ പ്രാധാന്യത്തെ അടിസ്ഥാനമാക്കി ലഘുനാടകവും പരിസ്ഥിതിദിന കവിതയും കുട്ടികൾ അവതരിപ്പിച്ചു. കുന്നംകുളം കാർഷിക ഗ്രാമവികസന ബാങ്കിന്റെ നേതൃത്വത്തിൽ ബാങ്കിന്റെ പരിസരത്ത് പ്രസിഡന്റ് ജോസഫ് ചാലിശ്ശേരി വൃക്ഷത്തൈ നട്ടു. ബാങ്ക് സെക്രട്ടറി KK മനോജ്, മാനേജർ PK ദേവദാസ്, ജീവനക്കാരായ പ്രസീത, മനീഷ, MM അൻവർ, അജേഷ്ന, രശ്മി, രേഷ്മ എന്നിവർ പങ്കെടുത്തു. കടവല്ലൂർ കൊരട്ടിക്കര GUP സ്കൂളിൽ കടവല്ലൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KM സലീം ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പ്രഭാത് മുല്ലപ്പള്ളി അധ്യക്ഷത വഹിച്ചു. അധ്യാപിക മീനാകുമാരി പരിസ്ഥിതി പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. മുഖ്യാതിഥി IFA ഡയറക്ടർ അബ്ദുൾ ജലീൽ സന്ദേശം നൽകി. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സഹകരണത്തോടെ വിദ്യാർത്ഥികൾക്ക് പച്ചക്കറി വിത്തുകളുടെ വിതരണം നടത്തി. വാർഡംഗം TA ശശി, PTA പ്രസിഡന്റ് MA അഭിലാഷ്, കൃഷി അസിസ്റ്റന്റ് ഓഫീസർ റോണി ചീരൻ എന്നിവർ സംസാരിച്ചു. വിവിധ മത്സരങ്ങളിൽ വിജയികളായ വിദ്യാർത്ഥികൾക്കുള്ള സമ്മാനദാനം IFA മാനേജിംഗ് ഡയറക്ടർ സജി MV നിർവഹിച്ചു. IFA ഫർണിച്ചർ നേതൃത്വത്തിൽ മുഴുവൻ കുട്ടികൾക്കും വൃക്ഷത്തൈകളും സമ്മാനങ്ങളും മധുരപലഹാരങ്ങളും വിതരണം ചെയ്തു. സ്കൂൾ പ്രധാനാധ്യാപിക PV ജിഷ സ്വാഗതവും ഫസ്റ്റ് അസിസ്റ്റന്റ് O പാർവതി നന്ദിയും പറഞ്ഞു. കേരള കർഷക സംഘം മണലൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബലവൃക്ഷത്തൈ നട്ടു. എളവള്ളി കുടുംബാരോഗ്യ കേന്ദ്രം അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ കർഷക സംഘം ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം TV ഹരിദാസൻ വൃക്ഷത്തൈ നട്ട് പരിസ്ഥിതി ദിനാചരണം ഉദ്ഘാടനം ചെയ്തു. ഏരിയ പ്രസിഡന്റ് AK ഹുസൈൻ അധ്യക്ഷനായി. മെഡിക്കൽ ഓഫീസർ ഡോക്ടർ S ആദിത്, കർഷക സംഘം ഏരിയ സെക്രട്ടറി VN സുർജിത്ത്, ഏരിയ നേതാക്കളായ ലതി വേണുഗോപാൽ, TN ലെനിൻ, PA ഷൈൻ, ശ്രീകുമാർ വാഗ, MR രജിതൻ, PP മോഹനൻ, TP സന്തോഷ്, MN രാധാകൃഷ്ണൻ, MK ഹരിദാസൻ, മോഹനൻ ആലിക്കൽ, ശാരിക ടീച്ചർ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. കാട്ടകമ്പാൽ കൃഷിഭവന്റെയും പഴഞ്ഞി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ NSS യൂണിറ്റിന്റെയും സംയുക്ത നേതൃത്വത്തിൽ നടന്ന ദിനാഘോഷത്തിന്റെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് K ജയശങ്കർ നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് മിനി ഐപ്പ് അധ്യക്ഷത വഹിച്ചു. കൃഷി ഓഫീസർ അനൂപ് വിജയൻ സ്വാഗതം ആശംസിച്ച ചടങ്ങിൽ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ KM റസാഖ്, MP രാജൻ, ശൈലജ അരുൺദാസ്, PTA പ്രസിഡന്റ് PM അലി, പഞ്ചായത്ത് ജനപ്രതിനിധികൾ, സ്കൂൾ പ്രിൻസിപ്പൽമാർ, പ്രധാനാധ്യാപിക തുടങ്ങിയവർ പ്രസംഗിച്ചു. പോർക്കുളം സർവീസ് സഹകരണ ബാങ്കിൽ പ്രസിഡന്റ് V ഗിരീഷ് വൃക്ഷത്തൈ നട്ട് ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് VV ബാലചന്ദ്രൻ, സെക്രട്ടറി KA മിനി, ബോർഡ് അംഗങ്ങളായ N രാധാകൃഷ്ണൻ, K ശൈലജ, അഷ്റഫ് TK, KU ഹരിദാസൻ, മിനി ഗ്രിഗറി, NA സുഗതൻ എന്നിവരും ബാങ്ക് ജീവനക്കാരും പങ്കെടുത്തു. പുന്നയൂർ തങ്ങൾസ് ഭവൻ ആയുർ സൈനും കേരള മാപ്പിള കലാ അക്കാദമി ചാവക്കാട് ചാപ്റ്ററും സംയുക്തമായി നടത്തിയ പരിപാടി പുന്നയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് റസില റഹീമിന്റെ അധ്യക്ഷതയിൽ ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK ഷിബു ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പറും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ മുനാഷ് മച്ചിങ്ങൽ, മെമ്പർ സീനത്ത്, തങ്ങൾ ഭവൻ MD ഫൈസൽ തങ്ങൾ, മാപ്പിള കലാ അക്കാദമി പ്രസിഡന്റ് മോണോ ആരിഫ്, രക്ഷാധികാരി മജീദ് കടവന്തോട്, ഷംസു ഹാജി, ചാപ്റ്റർ ട്രഷറർ ഷബീർ കലയിൽ, ബഷീർ മാരാത്ത്, ജലീൽ കായളത്ത് തുടങ്ങിയവർ പങ്കെടുത്തു. അക്കിക്കാവ് റോയൽ എഞ്ചിനീയറിംഗ് കോളേജ് NSS യൂണിറ്റും എൻവയോൺമെന്റ് ക്ലബ്ബും സംയുക്തമായി പള്ളിമേപ്പുറം അംഗനവാടിയിൽ ദിനാചരണം നടത്തി. കോളേജ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡയറക്ടർ P ബിജേഷ്, അധ്യാപകരായ രാധിക, അശ്വതി, NSS വളണ്ടിയർ സെക്രട്ടറിമാരായ സ്നേഹ, സൂരജ്, വളണ്ടിയർമാരായ സനൂഷ, അനുഷ്മ, തൊയ്യിബ്, സിനാൻ എന്നിവർ അങ്കണവാടി വിദ്യാർത്ഥികളുമായി സംവദിച്ചു. ചൊവ്വന്നൂർ പഞ്ചായത്ത് തല പരിസ്ഥിതി ദിനാചരണം പഴുതാന ദേവി സഹായം സ്കൂളിൽ നടന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് AM നിതീഷ് ഉദ്ഘാടനം നിർവഹിച്ചു. മാനേജർ K രാമകൃഷ്ണൻ അധ്യക്ഷനായി. കൃഷി ഓഫീസർ ശ്രുതി PD ആമുഖ പ്രഭാഷണം നടത്തി. വൈസ് പ്രസിഡന്റ് സബറ്റോ വർഗീസ് ആദ്യ ഇലയൊപ്പ് ചാർത്തി. അനൂപ് ബാലൻ സന്ദേശം നൽകി. ഷാമില കബീർ, DG ഡാർവിൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാർ, മറ്റ് ജനപ്രതിനിധികൾ,
പഞ്ചായത്ത് സെക്രട്ടറി വൃന്ദ തുടങ്ങിയവർ സംസാരിച്ചു. പ്രധാനാധ്യാപിക മേരി കെ സൈമൺ സ്വാഗതവും സിനി ടീച്ചർ നന്ദിയും പറഞ്ഞു. കുട്ടികളുടെ മൈമിങ്ങും ഉണ്ടായി. സഖ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് പുല്ലാംവളപ്പിന്റെ ആഭിമുഖ്യത്തിൽ വൃക്ഷത്തൈ നട്ടു. 100ഓളം വീടുകളിൽ വൃക്ഷത്തൈകൾ വിതരണം ചെയ്തു. വടക്കേക്കാട് ഗ്രാമപഞ്ചായത്ത് 7ാം വാർഡ് മെമ്പർ ജിതേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. CPIM കരുവമ്പായി ബ്രാഞ്ച് സെക്രട്ടറി പുഷ്പാകരൻ, ക്ലബ്ബ് പ്രസിഡന്റ് VM ജിതിൻ എന്നിവർ നേതൃത്വം നൽകി. വൈലത്തൂർ ഈസ്റ്റ് ALP സ്കൂളിൽ സ്കൂൾ മുറ്റത്തെ മുത്തശ്ശിമാവിന് ചുറ്റും കൈകൾ കോർത്ത് ചങ്ങല തീർത്ത് അധ്യാപകരും കുട്ടികളും ഒന്നുചേർന്ന് പരിസ്ഥിതി ദിന പ്രതിജ്ഞയെടുത്തു. ഹെഡ്മാസ്റ്റർ ജിയോ ജോർജ് സന്ദേശം നൽകി. കുട്ടികളും രക്ഷിതാക്കളും തയ്യാറാക്കിയ പരിസ്ഥിതി സംരക്ഷണ സന്ദേശങ്ങളടങ്ങിയ പോസ്റ്ററുകൾ വിദ്യാലയത്തിൽ പ്രദർശിപ്പിച്ചു. കൃഷിഭവൻ വിദ്യാലയത്തിന് സമ്മാനിച്ച മാവിൻ തൈ ഹെഡ്മാസ്റ്ററും കുട്ടികളും ചേർന്ന് സ്കൂൾ വളപ്പിൽ നട്ട് പരിസ്ഥിതി ദിനം ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ പരിസരത്തെ മരങ്ങളും ചെടികളും ചുറ്റുപാടും പരിചയപ്പെടുന്നതിനായി അധ്യാപകരുടെ നേതൃത്വത്തിൽ പരിസരയാത്ര നടത്തി. പ്രവർത്തനങ്ങൾക്ക് അധ്യാപകരായ വിൻസി ജോസ്, ഫ്ലെമിസി പ്രസാദ്, ജോളി ജോസ്, VJ സഞ്ജന, CG മിനി എന്നിവർ നേതൃത്വം നൽകി. വേൾഡ് മലയാളി ഫെഡറേഷൻ ഏഷ്യ റീജിയന്റെ നേതൃത്വത്തിൽ പഴഞ്ഞി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന പരിപാടി ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CG രഘുനാഥ് ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് അലി കോട്ടോൽ അധ്യക്ഷത വഹിച്ചു. WMF ഏഷ്യ റീജിയൻ അഗ്രികൾച്ചറൽ ആൻഡ് എൻവയോൺമെന്റൽ കോർഡിനേറ്റർ ബദറുദ്ദീൻ കരിപ്പോട്ടയിൽ സന്ദേശം നൽകി. സ്കൂൾ പ്രിൻസിപ്പൽ വെങ്കിടമൂർത്തിക്ക് WMF ഏഷ്യ റീജിയൻ ബിസിനസ് കോർഡിനേറ്റർ ബിബിൻ സണ്ണി സ്നേഹോപഹാരം നൽകി ആദരിച്ചു. WMF കേരള സ്റ്റേറ്റ് കൗൺസിൽ സെക്രട്ടറി ഹാഫിസ് പറമ്പത്ത് മുഖ്യപ്രഭാഷണം നടത്തി. CG രഘുനാഥിനെ സ്റ്റേറ്റ് കൗൺസിൽ ട്രഷറർ ബിനോയ് വടക്കൻ പൊന്നാട അണിയിച്ച് ആദരിച്ചു. വാർഡ് മെമ്പർ മോനിഷ രാജേഷ്, പ്രിൻസിപ്പൽമാരായ വെങ്കിടമൂർത്തി, ജനീർലാൽ, ഹെഡ്മിസ്ട്രസ് മേഴ്സി മാത്യു, കരീം പന്നിത്തടം തുടങ്ങിയവർ സംസാരിച്ചു. WMF തൃശൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് ബെന്നി കുന്നംകുളം നന്ദി പറഞ്ഞു. തുടർന്ന് സ്കൂൾ പരിസരത്ത് വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിച്ചു. പൂക്കോട് മേഖലാ പരിസ്ഥിതി ദിനാചരണം കോട്ടപ്പടി RCUP സ്കൂളിൽ ഗുരുവായൂർ മുനിസിപ്പൽ ചെയർപേഴ്സൺ സുനിത രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. പൂക്കോട് കൃഷി ഓഫീസർ റിജിത്ത് ക്ലാസ് എടുത്തു. വാർഡ് കൌൺസിലർ ഷീന റാഫേൽ, ഹെഡ്മാസ്റ്റർ ബിജു ഡേവിസ്, PTA പ്രസിഡന്റ് സെബി താണിക്കൽ, കൌൺസിലർമാർ അനീന റോബിൻ തുടങ്ങിയവർ പങ്കെടുത്തു. കുന്നംകുളം നഗരസഭ നടപ്പിലാക്കുന്ന നല്ല 4 വർത്തമാനം ക്യാമ്പയിന് തുടക്കമായി. ജൂൺ 5 മുതൽ 12 വരെ നീണ്ടുനിൽക്കുന്ന വിപുലമായ പരിപാടികളോടെയാണ് ലോക പരിസ്ഥിതി ദിനാചരണം നഗരസഭാ പരിധിയിൽ ആഘോഷിക്കുന്നത്. ക്യാമ്പയിന്റെ മുനിസിപ്പൽ തല ഉദ്ഘാടനം വടുതല ഗവൺമെന്റ് UP സ്കൂളിൽ വെച്ച് നഗരസഭാ ചെയർപേഴ്സൺ സൗമ്യ അനിലൻ ഫലവൃക്ഷത്തൈ നട്ട് നിർവഹിച്ചു. വൈസ് ചെയർമാൻ PG ജയപ്രകാശ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പ്രശസ്ത പരിസ്ഥിതി പ്രവർത്തകൻ ഷാജഹാൻ മുഖ്യാതിഥിയായിരുന്നു. നഗരസഭാ അതിർത്തിയിലുള്ള മുഴുവൻ സ്കൂളുകളിലും പരിസ്ഥിതി ദിന പ്രതിജ്ഞയും ക്വിസ് മത്സരങ്ങളും ഇതോടനുബന്ധിച്ച് സംഘടിപ്പിച്ചു. വടുതല സ്കൂളിൽ നടന്ന ചടങ്ങിൽ വെച്ച് കടവല്ലൂർ വിദ്യാലയത്തിനുള്ള പച്ചക്കറി വിത്തുകളും വൃക്ഷത്തൈകളും കൈമാറുകയും വിവിധ മത്സരങ്ങളിൽ വിജയികളായ വിദ്യാർത്ഥികൾക്ക് സമ്മാനമായി വൃക്ഷത്തൈകൾ വിതരണം ചെയ്യുകയും ചെയ്തു. പരിസ്ഥിതി ദിനാഘോഷത്തിന്റെ ഭാഗമായി നഗരസഭയിൽ പ്രത്യേക കൗൺസിൽ യോഗം വിളിച്ചു ചേർത്തിരുന്നു. തദ്ദേശ സ്വയംഭരണ വകുപ്പ് ശുചിത്വ മിഷൻ നിർദ്ദേശിച്ച പുതിയ ഖരമാലിന്യ ചട്ടങ്ങൾ 2026 നഗരസഭയിൽ ഫലപ്രദമായി നടപ്പിലാക്കാനുള്ള വിവിധ പരിപാടികൾക്ക് യോഗം രൂപം നൽകി. വടുതലയിൽ നടന്ന ഉദ്ഘാടന ചടങ്ങിൽ ആർത്താറ്റ് കൃഷി ഓഫീസർ സ്വേഗ ആന്റണി പരിസ്ഥിതി ദിന സന്ദേശം നൽകി. വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ ആർഷ ജിജു സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ആരോഗ്യകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ മിഷ സെബാസ്റ്റ്യൻ, കൗൺസിലർമാരായ ശ്രീജിത്ത് ആവേൻ, രേഷ്മ സുനിൽ, ലബീബ് ഹസൻ, ദിലീപ് പുളിക്കൽ, അത്തിൻ മൂത്താട്ടിൽ, രുദ്ര രജീഷ്, ഷനോഫ് എന്നിവർ സംസാരിച്ചു. സ്കൂൾ പ്രധാന അധ്യാപിക രേഖ ടീച്ചർ ചടങ്ങിന് നന്ദി പറഞ്ഞു. ഇതിന്റെ ഭാഗമായി ജൂൺ 6-ാം തീയതി ഉച്ചയ്ക്ക് 2 മണിക്ക് കുന്നംകുളം ടൗൺ ഹാളിൽ വെച്ച് പ്രത്യേക ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിക്കും. തുടർന്ന് ജൂൺ 10-ന് വിദ്യാർത്ഥികൾക്കായി മുനിസിപ്പൽ തല ക്വിസ് മത്സരവും നടക്കും. വരും ദിവസങ്ങളിൽ നഗരസഭയിലെ എല്ലാ വാർഡുകളും കേന്ദ്രീകരിച്ച് വിപുലമായ ബോധവൽക്കരണ പരിപാടികൾ കൂടി നടപ്പിലാക്കുന്നതോടെ പരിസ്ഥിതി ദിന ക്യാമ്പയിന് സമാപനമാകും. പ്രകൃതി സംരക്ഷണ സംഘം തൃശൂർ ജില്ലാ കമ്മിറ്റിയും തിരുത്തിക്കാട് ഭാരതമാത LP സ്കൂളും സംയുക്തമായി ലോക പരിസ്ഥിതി ദിനം ആചരിച്ചു. സ്കൂൾ അങ്കണത്തിൽ സംഘടിപ്പിച്ച പരിസ്ഥിതി ദിനാചരണ ചടങ്ങുകൾ കുന്നംകുളം നഗരസഭാ ചെയർപേഴ്സൺ സൗമ്യ അനിലൻ ഉദ്ഘാടനം ചെയ്തു. പ്രകൃതി സംരക്ഷണ സംഘം ജില്ലാ സെക്രട്ടറി മിഷ സെബാസ്റ്റ്യൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മേജർ ജോസഫ് KP മുഖ്യാതിഥിയായിരുന്നു. ദിനാചരണത്തിന്റെ ഭാഗമായി സ്കൂളിൽ ഫലവൃക്ഷ തൈകളുടെ വിതരണവും വിദ്യാർത്ഥികൾക്കായി ക്വിസ് മത്സരവും സംഘടിപ്പിച്ചു. മത്സരത്തിൽ വിജയികളായവർക്ക് ചടങ്ങിൽ വെച്ച് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. പ്രകൃതി സംരക്ഷണ സംഘം സംസ്ഥാന കോർഡിനേറ്റർ ഷാജി തോമസ്, സംസ്ഥാന കമ്മിറ്റി അംഗം പ്രദീപ് ചെറുവാശ്ശേരി, നഗരസഭ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആർഷ ജിജു, പ്രകൃതി സംരക്ഷണ സംഘം ജില്ലാ ജോയിന്റ് സെക്രട്ടറി ഡെന്നീസ് മങ്ങാട്, സ്കൂൾ മാനേജർ കണിശ്ശേരി അച്യുതാനന്ദൻ എന്നിവർ സംസാരിച്ചു. യൂത്ത് ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ വിഷ്ണു NM, ആദിത്യൻ MS, വൈഷ്ണവ് KS, സ്കൂൾ പ്രധാന അധ്യാപിക ജയമോൾ ടീച്ചർ എന്നിവരും ചടങ്ങിൽ സംസാരിച്ചു. സ്കൂളിലെ അധ്യാപകരും വിദ്യാർത്ഥികളും നേതൃത്വം നൽകി.
വടക്കേക്കാട് പഞ്ചായത്ത് കൃഷിഭവനും കൊച്ചനൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളും സംയുക്തമായി പരിസ്ഥിതി ദിനം ആചരിച്ചു. കൊച്ചനൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടന്ന ചടങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് ജിൽസി ബാബു തൈകൾ നട്ട് ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് നബീൽ NMK അധ്യക്ഷത വഹിച്ചു. വികസനകാര്യ ചെയർമാൻ നിഷ ബിനോജ്, മെമ്പർമാരായ EA സലീം, ഷെസീന കബീർ, ജിതേഷ്, ഹൈറുനിസ കബീർ എന്നിവർ ആശംസകൾ അറിയിച്ചു. കുട്ടികൾ പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് പോസ്റ്ററുകൾ പ്രദർശിപ്പിച്ചു. കൃഷി ഓഫീസർ ശ്രീരാഗ് പരിസ്ഥിതി ദിന സന്ദേശം നൽകി. കൃഷി അസിസ്റ്റന്റ് ധന്യ, പ്രിൻസിപ്പൽ ഇൻചാർജ് അനിത, അധ്യാപകരായ ഹസീന, പ്രശോഭ് എന്നിവർ പങ്കെടുത്തു. വടക്കേക്കാട് ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ സ്കൂളിലേക്കും പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് കൃഷിഭവനിൽ നിന്ന് തൈകൾ വിതരണം ചെയ്തു. HM ഇൻചാർജ് പുഷ്പാഞ്ജലി ടീച്ചർ നന്ദി പറഞ്ഞു. പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി ഒരു ബൂത്തിൽ 10 വൃക്ഷം 1,00,000 വൃക്ഷത്തൈകളുമായി BJPയുടെ പ്രപഞ്ച രക്ഷായജ്ഞം കാട്ടകമ്പാൽ പഞ്ചായത്ത് തല ഉദ്ഘാടനം BJP കുന്നംകുളം മണ്ഡലം പ്രസിഡന്റ് PJ ജെബിൻ നിർവഹിച്ചു. ഭാരവാഹികളായ അരുൺ ഗഗനൻ, TB തോംസൺ, ബാലൻ കണ്ടിരുത്തി, സുഗതൻ ഐനൂർ, ഭരതൻ AK, സന്ദീപ് ഐനൂർ, ജിജീഷ് വിജയൻ എന്നിവർ നേതൃത്വം നൽകി. എരുമപ്പെട്ടി ലയൺസ് ക്ലബിന്റെ നേതൃത്വത്തിൽ എരുമപ്പെട്ടി ഗവൺമെന്റ് CSCയുടെ പരിസരവും ചുറ്റുപാടും വൃത്തിയാക്കി. CSC മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ടോണി ആദ്യ വൃക്ഷത്തൈ നട്ട് ഉദ്ഘാടനം ചെയ്തു. എരുമപ്പെട്ടി ലയൺസ് ക്ലബ് പ്രസിഡന്റ് റെജീന ജെയിംസ് അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ സുധീഷ് കുമാർ പരിസ്ഥിതി മലിനീകരണത്തിന്റെ അപകടാവസ്ഥയെക്കുറിച്ച് സംസാരിച്ചു. സെബി വർഗീസ്, ജെയിംസ് CK, റോബർട്ട് ആൻഡോ, ബാബു മാസ്റ്റർ തുടങ്ങിയവർ പങ്കെടുത്തു. CSC ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ജോസഫ് നന്ദി പറഞ്ഞു. കർഷക കോൺഗ്രസ് കുന്നംകുളം നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പരിസ്ഥിതി ദിനാചരണവും വൃക്ഷത്തൈ വിതരണവും സംഘടിപ്പിച്ചു. കുന്നംകുളം ഇന്ദിരാഭവനിൽ നടന്ന ചടങ്ങ് KPCC മെമ്പർ ജോസഫ് ചാലിശ്ശേരി മാസ്റ്റർ വൃക്ഷത്തൈ നട്ടുകൊണ്ട് ഉദ്ഘാടനം ചെയ്തു. കർഷക കോൺഗ്രസ് കുന്നംകുളം നിയോജക മണ്ഡലം പ്രസിഡന്റ് PK വിനയകുമാർ അധ്യക്ഷനായി. DCC സെക്രട്ടറി CI ഇട്ടി മാത്യു, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റുമാരായ സുരേഷ് മാമ്പറമ്പിൽ, ബിജു C ബേബി, കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് TK ദേവസി, സംസ്ഥാന സമിതി അംഗം നമ്പീശൻ, കുന്നംകുളം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് PI തോമസ് എന്നിവർ സംസാരിച്ചു. കർഷക കോൺഗ്രസ് നേതാക്കളായ TK സുബ്രഹ്മണ്യൻ, TS ശ്രീജിത്ത് തുടങ്ങിയവർ പങ്കെടുത്തു. കേരള പ്രകൃതി സംരക്ഷണ സംഘത്തിന്റെ നേതൃത്വത്തിൽ ജൂൺ 3 മുതൽ 10 വരെ സംസ്ഥാന വ്യാപകമായി നടത്തുന്ന പരിസ്ഥിതി ദിന വാരാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ചാലിശ്ശേരി സ്കൂളിൽ കലാസംവിധായകൻ അജയൻ ചാലിശ്ശേരി നിർവഹിച്ചു. പ്രകൃതി സംരക്ഷണ സംഘം പാലക്കാട് ജില്ലാ സെക്രട്ടറി പ്രദീപ് ചെറുവാശ്ശേരി അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന കോർഡിനേറ്റർ N ഷാജി തോമസ് പരിസ്ഥിതി ദിന ബ്രോഷർ കൈമാറി. ഏരിയ സെക്രട്ടറി TA അഷ്റഫ് വൃക്ഷത്തൈ നൽകി. PTA പ്രസിഡന്റ് PV രജീഷ് കുമാർ, SMC ചെയർമാൻ റഫീഖ് ഔങ്ങാട്ടിൽ, NSS പ്രോഗ്രാം കോർഡിനേറ്റർ K തെസ്നി, അധ്യാപകർ, NSS വളണ്ടിയർമാർ തുടങ്ങിയവർ പങ്കെടുത്തു. പരിസ്ഥിതി ദിന ക്വിസ് മത്സര വിജയികൾക്ക് വൃക്ഷത്തൈകളും മെഡലും നൽകി. കുർമാൽ കിഡ്നി ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ ഗ്രീൻ പാർക്കിൽ 326ാമത് മരം നട്ടുകൊണ്ട് പരിസ്ഥിതി ദിനാഘോഷം നടത്തി. CEO യേശുദാസ് PP ഉദ്ഘാടനം ചെയ്തു. സനോജ് ഗോപി, വില്യംസ് പോൾ, PK തമ്പി, C നീതു, C സോഫി, ജോസ് കുർമാൽ എന്നിവർ നേതൃത്വം നൽകി. കുട്ടഞ്ചേരി ഗവൺമെന്റ് LP സ്കൂളിൽ ഫലവൃക്ഷത്തൈ നടീൽ ഉദ്ഘാടനം എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രബിത ബാലകൃഷ്ണൻ നിർവഹിച്ചു. വാർഡ് മെമ്പർ KV ഷൈബു അധ്യക്ഷത വഹിച്ചു. PTA പ്രസിഡന്റ് OV ഷനോജ്, MPTA പ്രസിഡന്റ് ശരണ്യ എന്നിവർ സംസാരിച്ചു. ചങ്ങാതിക്ക് ഒരു തൈ പദ്ധതിയുടെ ഭാഗമായി കുട്ടികൾ കൊണ്ടുവന്ന ഫലവൃക്ഷത്തൈകൾ പരസ്പരം കൈമാറി. കാർഷിക ക്ലബ്, അടുക്കള പച്ചക്കറിത്തോട്ടം എന്നിവയുടെ ഉദ്ഘാടനം കൂടി ചടങ്ങിൽ നടന്നു. തുടർന്ന് വിദ്യാർത്ഥികളുടെ പരിസ്ഥിതി ഗാനം, പ്രസംഗം, കുറിപ്പവതരണം, നൃത്താവിഷ്കാരം തുടങ്ങിയ പരിപാടികൾ അരങ്ങേറി. പ്രധാനാധ്യാപിക ശ്രീജാഭായ് സ്വാഗതവും മുതിർന്ന അധ്യാപിക ശാരിക നന്ദിയും പറഞ്ഞു. എരുമപ്പെട്ടി മർച്ചന്റ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ റോഡിനിരുവശത്തെ പുല്ലുകൾ വൃത്തിയാക്കി വൃക്ഷത്തൈകൾ വെച്ചുപിടിപ്പിച്ചു. പ്രോഗ്രാം യൂണിറ്റ് പ്രസിഡന്റ് ബാബു മാസ്റ്റർ പരിസ്ഥിതി ദിനാചരണം ഉദ്ഘാടനം ചെയ്തു. ജനറൽ സെക്രട്ടറി ഫസ്ലുർ റഹീം അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റുമാരായ ബിജു ആൽഫ, ഉസ്മാൻ MA, അലക്സ് ജോണി, സെക്രട്ടറിമാരായ സ്റ്റീഫൻ ജോസ്, ശ്രീജൻ, ഐജു എന്നിവർ സംസാരിച്ചു. വനിതാ വിംഗ് പ്രസിഡന്റ് വസന്ത, സെക്രട്ടറി ആനി ജോസ്, യൂത്ത് വിംഗ് പ്രസിഡന്റ് റോബർട്ട് ആൻഡോ, ട്രഷറർ CV ഷൈജു, ഡീൻസ് TD, രാജൻ MK, അബ്ദുസലാം VM, MB ഷാൻഡോ, ജസ്റ്റിൻ വർഗീസ്, സിജോ കൊള്ളന്നൂർ എന്നിവർ പങ്കെടുത്തു. യൂണിറ്റ് ട്രഷറർ സുമേഷ് PK നന്ദിയും പറഞ്ഞു.
ഐഫ ഫർണിച്ചർ സംഘടിപ്പിച്ച ഐഫ ഗോ ഗ്രീൻ ക്യാമ്പയിന്റെ ഭാഗമായി പരിസ്ഥിതി സംരക്ഷണത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചുള്ള ബോധവൽക്കരണ പരിപാടിയും തൈ വിതരണ ചടങ്ങും നടന്നു. വാർഡ് മെമ്പർ റഹീം, മുൻ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ മണി എന്നിവർ സന്നിഹിതരായിരുന്നു. പരിസ്ഥിതി സംരക്ഷണത്തിന്റെ ആവശ്യകത, വൃക്ഷത്തൈകളുടെ പ്രാധാന്യം, ഹരിതഭാവി സൃഷ്ടിക്കുന്നതിൽ ഓരോരുത്തരുടെയും പങ്ക് എന്നിവയെക്കുറിച്ച് ബോധവൽക്കരണം നടത്തി. തുടർന്ന് പൊതുജനങ്ങൾക്കും ഉപഭോക്താക്കൾക്കും വൃക്ഷത്തൈകൾ വിതരണം ചെയ്തു. ഐഫ ഫർണിച്ചർ ഫോർ എ ഗ്രീനർ വേൾഡ് എന്ന സന്ദേശത്തോടെയാണ് പരിപാടി സമാപിച്ചത്. മുണ്ടത്തിക്കോട് വെങ്കിട്ടറാം NSS സ്കൂളിൽ പ്രധാന അധ്യാപിക വീണ വേണുഗോപാൽ മാവിൻ തൈ നട്ട് പരിസ്ഥിതി ദിനാചരണം ഉദ്ഘാടനം ചെയ്തു. കുട്ടികളുടെ വിവിധ കലാപരിപാടികളും ഉണ്ടായി. അധുന കൃഷ്ണ, ദേവിപ്രിയ എന്നിവർ പരിസ്ഥിതി ദിനത്തെക്കുറിച്ച് സംസാരിച്ചു. തുടർന്ന് ക്വിസ് മത്സരം, പോസ്റ്റർ നിർമ്മാണം, പരിസ്ഥിതി സംരക്ഷണം എന്റെ ചുമതല എന്ന വിഷയത്തിൽ ഉപന്യാസരചനയും സംഘടിപ്പിച്ചു. തിരുവളയന്നൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ NSS യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന ദിനാചരണത്തിൽ PTA പ്രസിഡന്റ് KC ഷാജഹാൻ അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർ അശോകൻ എടക്കാട്ട് വൃക്ഷത്തൈ നട്ട് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. വടക്കേക്കാട് പഞ്ചായത്ത് 18-ാം വാർഡ് ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് ഉപഹാരം നൽകി ആദരിച്ചു. NSS വോളണ്ടിയർ ഫാത്തിമ സന പരിസ്ഥിതി ദിന പ്രതിജ്ഞ ചൊല്ലി. NSS വോളണ്ടിയർ ശിവനന്ദ പരിസ്ഥിതി ദിന ആശംസയും പറഞ്ഞു. വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. NSS പ്രോഗ്രാം ഓഫീസർ ജിനി സി ഗീവർ, അധ്യാപകരായ മിഥു, അരവിന്ദ്, സാന്റോ, NSS വോളണ്ടിയർമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. തൊഴിയൂർ CMUP സ്കൂളിൽ 2-ാം വാർഡ് കൌൺസിലർ VS അഷ്ഫാഖ് വൃക്ഷത്തൈ നട്ട് പരിസ്ഥിതി ദിനാചരണം ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് TB രമേശ്, MPTA പ്രസിഡന്റ് ആശ ഷിബു എന്നിവർ സന്നിഹിതരായിരുന്നു. ചങ്ങാതിക്കൊരു തൈ എന്ന ലക്ഷ്യത്തോടെ കുട്ടികളും അധ്യാപകരും വൃക്ഷത്തൈകൾ കൈമാറി. പരിസ്ഥിതി ദിന സന്ദേശം അറിയിച്ചുകൊണ്ട് കുട്ടികൾ നിർമ്മിച്ച പോസ്റ്റർ നിർമ്മാണവും പ്രദർശനവും ഉണ്ടായിരുന്നു. LP വിഭാഗം കുട്ടികൾ പൂന്തോട്ടവും UP വിഭാഗം കുട്ടികൾ പച്ചക്കറിത്തോട്ടവും നിർമ്മിച്ചു. നല്ല പാഠത്തിന്റെ ഭാഗമായി വിദ്യാലയത്തിൽ തങ്ങളുടെ കൂട്ടുകാർക്ക് ആവശ്യമായ പഠനോപകരണ സാമഗ്രികൾ നൽകുക എന്ന ലക്ഷ്യത്തോടെ ഇഷ്ടപ്പെട്ടി എന്ന പദ്ധതി വാർഡ് കൌൺസിലർ VS അഷ്ഫാഖ് ഉദ്ഘാടനം ചെയ്തു. പരിസ്ഥിതി ദിന ക്വിസ് മത്സരവും നടത്തി. അധ്യാപകരും വിദ്യാർത്ഥികളും പരിസ്ഥിതി ദിന പ്രതിജ്ഞയും എടുത്തു. തൊഴിയൂർ സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ദിനാചരണം MISC കോർപ്പറേറ്റ് മാനേജർ ഫാദർ വർഗീസ് വാഴപ്പിള്ളി ഉദ്ഘാടനം ചെയ്തു. പ്രിൻസിപ്പൽ ഇൻചാർജ് ദിവ്യ അധ്യക്ഷത വഹിച്ചു. വിവിധ യൂണിറ്റുകൾ നടത്തിയ പോസ്റ്റർ, ഡ്രോയിംഗ്, ക്വിസ് മത്സരങ്ങൾ നടത്തി. വിജയികൾക്ക് സഭാ ട്രസ്റ്റി ഗീവർ മാണി പനക്കൽ, സഭാ സെക്രട്ടറി ബിനോയ് P. മാത്യു എന്നിവർ സമ്മാനങ്ങൾ വിതരണം ചെയ്തു. റേഞ്ചർ യൂണിറ്റ് അംഗം പാർവതി പരിസ്ഥിതി ദിന പ്രതിജ്ഞ ചൊല്ലി. ഹയർ സെക്കൻഡറി സ്റ്റാഫ് സെക്രട്ടറി ലീന ചാണ്ടി സ്വാഗതം പറഞ്ഞ യോഗത്തിൽ വിശിഷ്ടാതിഥികൾ വൃക്ഷത്തൈ നടുകയും ചെയ്തു. തുടർന്ന് റോവർ റേഞ്ച് വിദ്യാർത്ഥികൾ പ്രകൃതിക്കൊരു കൈത്താങ്ങ് ഗ്രീൻ ഹാൻഡ് പ്രിന്റ് ബാനർ തയ്യാറാക്കി. NSSന്റെ നേതൃത്വത്തിൽ തുണി ബാഗും പേപ്പർ ബാഗും സമീപ പ്രദേശങ്ങളിൽ വിതരണം ചെയ്തു. HST പ്രതിനിധി ബിജു റാഫേൽ ചടങ്ങിന് നന്ദി പറഞ്ഞു. അസിസി സ്കൂളിൽ നടന്ന ദിനാചരണത്തിൽ പ്രിൻസിപ്പാൾ സിസ്റ്റർ ഷാൻഡി ജോസഫ് അധ്യക്ഷത വഹിച്ചു. JC ഡാനിയൽ അവാർഡ് ജേതാവും ഫിലിം ആർട്ട് ഡയറക്ടറുമായ ഷെബീർ അലി ഉദ്ഘാടനം ചെയ്തു. പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് തയ്യാറാക്കിയ ബ്രോഷറിന്റെ പ്രകാശനം കേരള പ്രകൃതി സംരക്ഷണ സംഘം സംസ്ഥാന കോർഡിനേറ്റർ ഷാജി തോമസ് നിർവഹിച്ചു. ക്വിസ് മത്സരത്തിൽ 8-ാം ക്ലാസ്സിലെ ഷാൻ ഷക്കീർ, 5-ാം ക്ലാസ്സിലെ ഷാസ് ഷക്കീർ, ആരവ് ജിജീഷ് എന്നിവർ സമ്മാനങ്ങൾ കരസ്ഥമാക്കി. പരിസ്ഥിതി സംരക്ഷണത്തിന്റെ പ്രാധാന്യം വിദ്യാർത്ഥികളിൽ വളർത്തുന്നതിനായി വൃക്ഷത്തൈ വിതരണവും നടത്തി. സ്റ്റാഫ് സെക്രട്ടറി BK ഡാർലി, അധ്യാപകരായ ലിനി, ആശാദേവി, അൽഫോൺസ എന്നിവർ നേതൃത്വം നൽകി. ഇടം സാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിൽ എരുമപ്പെട്ടി ഗവൺമെന്റ് LP സ്കൂളിൽ വൃക്ഷത്തൈ നട്ടു. ഇടം പ്രസിഡന്റ് KR രാധിക വിദ്യാർത്ഥികൾക്ക് തൈകൾ കൈമാറി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ഇടം എക്സിക്യൂട്ടീവ് അംഗവും PTA പ്രസിഡന്റുമായ PT സുശാന്ത് അധ്യക്ഷനായി. എരുമപ്പെട്ടി കൃഷി ഓഫീസർ AV വിജിത, പ്രധാന അധ്യാപിക KA സുജിനി എന്നിവർ പരിസ്ഥിതി ദിന സന്ദേശം നൽകി. സ്കൂൾ PTA പ്രസിഡന്റ് വിന്യ വിജയൻ, പഞ്ചായത്ത് മെമ്പർമാരായ ഷീജാനന്ദൻ, K സതീഷ് കുമാർ, ബബിത പ്രകാശൻ, ഇടം ഭാരവാഹികളായ KA ഫരീദ് അലി, ഷൌക്കത്ത് കടങ്ങോട്, പ്രീതി രാജേഷ്, KP ജയൻ, ഉഷാദേവി, EVS സന്തോഷ് തുടങ്ങിയവർ പങ്കെടുത്തു. കാട്ടകമ്പൽ പഞ്ചായത്തിലെ എല്ലാ സ്കൂളുകളിലേക്കും പഞ്ചായത്തിന് വിട്ടുകിട്ടിയ അനുബന്ധ സ്ഥാപനങ്ങളിലേക്കും 18 വാർഡുകളിലേക്കുമുള്ള ഔഷധ സസ്യ വൃക്ഷത്തൈകളുടെ വിതരണ ഉദ്ഘാടനം കാട്ടകമ്പൽ പഞ്ചായത്ത് പ്രസിഡന്റ് K ജയശങ്കർ നിർവഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മിനി ഐപ്പ് അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MP രാജൻ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KM റസാഖ്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശൈലജ അരുൺദാസ്, ഗ്രാമപഞ്ചായത്ത് ജനപ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ഔഷധിയിൽ നിന്ന് ലഭ്യമായ 500ഓളം തൈകളാണ് പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വെച്ചുപിടിപ്പിക്കുന്നതിനു വേണ്ടി വിതരണം ചെയ്തത്. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ പുന്നയൂർക്കുളം യൂണിറ്റിന്റെ നേതൃത്വത്തിൽ മാവിൻചുവട് യൂണിയൻ മുൻ ട്രഷററും രക്ഷാധികാരിയുമായ TK മൊയ്തുണ്ണിയുടെ വീട്ടുവളപ്പിലാണ് വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിച്ചത്. ഹുസൈൻ മാസ്റ്റർ, ഗോവിന്ദൻകുട്ടി മാസ്റ്റർ, അഷ്റഫ് കൊട്ടിലിങ്ങൽ, അഷ്റഫ് വൈശ്യം വീട്ടിൽ, P ഉമർ, ബേബി സമീർ, അബ്ദുൾ ഹമീദ്, കുഞ്ഞാവ, KM നാരായണൻ തുടങ്ങിയവർ പങ്കെടുത്തു.
ടി.കെ. മൊയ്തുണ്ണി, ഹുസൈൻ മാസ്റ്റർ എന്നിവർ പരിസ്ഥിതി ദിനാചരണത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് സംസാരിച്ചു. കാട്ടകമ്പൽ പഞ്ചായത്ത് തല പരിസ്ഥിതി ദിനാഘോഷത്തിന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ. ജയശങ്കർ നിർവഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മിനി ഐപ്പ് അധ്യക്ഷത വഹിച്ചു. സ്കൂൾ മാനേജർ പി.എം. തമ്പി മാസ്റ്റർ മുഖ്യാതിഥിയായിരുന്നു. ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് സി.കെ. സദാനന്ദൻ മാസ്റ്റർ പരിസ്ഥിതി ദിന സംരക്ഷണ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. വാർഡ് മെമ്പർ സന്ധ്യ ഷിബു സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ കെ.എം. റസാഖ്, എം.പി. രാജൻ, ശൈലജ അരുൺദാസ്, ജനപ്രതിനിധികളായ ടി.എസ്. മണികണ്ഠൻ, പി.എം. അലി, കെ.എച്ച്. സിദ്ദിഖ്, അഞ്ജു സുധീഷ്, ജിൻസി സജു, സ്വപ്ന പ്രിൻസ്, സ്കൂൾ ഹെഡ്മാസ്റ്റർ ഷനോജ് മാസ്റ്റർ എന്നിവർ പങ്കെടുത്തു. ഡിവൈഎഫ്ഐ കാട്ടകമ്പാൽ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പരിസ്ഥിതി ദിനത്തിൽ സ്രായിൽ കടവ് ക്ലീനിംഗ് ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. സ്രായിൽ വാർഡ് മെമ്പർ ടി.എസ്. മണികണ്ഠൻ വൃക്ഷത്തൈ നട്ടുകൊണ്ട് ഉദ്ഘാടനം ചെയ്തു. സ്രായിൽ കടവിൽ സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായി സ്ഥാപിച്ച കൈവരിയിൽ വളർന്നു നിൽക്കുന്ന പൊന്തക്കാടുകൾ വൃത്തിയാക്കി പ്ലാസ്റ്റിക് കുപ്പികൾ, കവറുകൾ തുടങ്ങിയവ പെറുക്കി പരിസരം ശുചീകരിച്ചു. മേഖലാ ട്രഷറർ അനുമോൻ സി. തമ്പി, കമ്മിറ്റി അംഗങ്ങളായ ഷമീർ കെ., അഖിൽ ബാബു, വിധുൻ പി.വി., സിജോ പി.ജെ., സഞ്ജയ് വി.എസ്., സൗരവ്, ആദിനാഥ് തുടങ്ങിയവർ നേതൃത്വം നൽകി. കർഷക സംഘം കേച്ചേരി മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചിറനെല്ലൂരിൽ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നടന്ന വൃക്ഷത്തൈ നടീലിന് ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് അംഗം ടി.കെ. ഹക്കീം അധ്യക്ഷനായി. കർഷക സംഘം മേഖലാ സെക്രട്ടറി ഡേവിസ് മണലി, മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ബിന്ദു, പി.എസ്. സന്ദീപ് എന്നിവർ ചേർന്ന് വൃക്ഷത്തൈ നടീൽ നടത്തി. കർഷക സംഘം നേതാക്കളായ കെ.പി. രമേശ്, സി.സി. വർഗീസ്, ചിറനെല്ലൂർ യൂണിറ്റ് സെക്രട്ടറി സുബൈർ, കുടുംബാരോഗ്യ കേന്ദ്രം ജീവനക്കാർ, നാട്ടുകാർ തുടങ്ങിയവർ പങ്കെടുത്തു. കാട്ടകമ്പാൽ ഗ്രാമപഞ്ചായത്ത് അയനൂർ വെസ്റ്റ് 8-ാം വാർഡിൽ വൃക്ഷത്തൈ നടീലും ശുചീകരണ പ്രവർത്തനങ്ങളും നടന്നു. വാർഡ് മെമ്പർ മോനിഷ രജീഷ് അയനൂർ ജംഗ്ഷനിൽ വൃക്ഷത്തൈ നട്ടുകൊണ്ട് പരിസ്ഥിതി ദിന സേവന പ്രവർത്തനങ്ങൾ ഉദ്ഘാടനം ചെയ്തു. വാർഡിലെ തൊഴിലുറപ്പ് തൊഴിലാളികൾ, ഹരിതകർമ്മ സേനാംഗങ്ങൾ, ക്ലബ്ബുകൾ, ആശാവർക്കർ അംബിക ജനാർദ്ദനൻ, സാനിറ്റേഷൻ കമ്മിറ്റി അംഗങ്ങളായ രജീഷ് അയനൂർ, സുഗതൻ മുക്രക്കാട്ട്, ശാന്തിനി, രാധ, പ്രജിഷ, ഉഷ, ദമയന്തി, വിഷ്ണു, ഏകചക്ര തുടങ്ങിയവർ കാനകളിലെ പ്ലാസ്റ്റിക് കുപ്പികളും മാലിന്യങ്ങളും നീക്കം ചെയ്തുകൊണ്ട് ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. പരിസ്ഥിതി മലിനീകരണത്തിനെതിരെ വാർഡിലെ വിവിധ സ്ഥലങ്ങളിൽ വാർഡ് മെമ്പർ ബോധവൽക്കരണ ബാനറുകൾ സ്ഥാപിച്ചു. കടങ്ങോട് ഗ്രാമപഞ്ചായത്തിന്റെയും കൃഷിഭവന്റെയും നേതൃത്വത്തിൽ മണ്ടമ്പറമ്പ് ഗവൺമെന്റ് എൽ.പി. സ്കൂളിൽ നടത്തിയ ദിനാചരണം പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ.എം. നൌഷാദ് ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് അനില ജോസഫ് അധ്യക്ഷയായി. കൃഷി ഓഫീസർ ഇ.വി. അനഘ സന്ദേശം നൽകി. കൃഷി അസിസ്റ്റന്റ് എം.എസ്. അരുൺ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുഗിഷ സുമേഷ്, മെമ്പർമാരായ ഗീതാരാജൻ, മിനി അനിൽകുമാർ, പ്രധാനാധ്യാപിക എൻ.എ. ഷീജ, അധ്യാപകൻ സി.എഫ്. വിപിൻ തുടങ്ങിയവർ പങ്കെടുത്തു. പഞ്ചായത്തിലെ എല്ലാ സ്കൂളുകളിലേക്കും തൈകൾ വിതരണം ചെയ്തു. പോർക്കുളം പഞ്ചായത്ത് തല ഉദ്ഘാടനം പോർക്കുളം MKM UP സ്കൂളിൽ നടന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് കെ.എ. ജ്യോതിഷ് ദിനാചരണം ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് തുഷാര സുബീഷ് അധ്യക്ഷത വഹിച്ചു. സ്കൂൾ കോർപ്പറേറ്റ് മാനേജർ ഫാദർ വർഗീസ് വാഴപ്പള്ളി മുഖ്യാതിഥിയായി. ജില്ലാ പഞ്ചായത്ത് മെമ്പർ പ്രശാന്തൻ മാസ്റ്റർ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രേഖ ജയരാമൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സിന്ധു ബാലൻ, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ തമ്പി കെ. ജോബി, പഞ്ചായത്ത് സെക്രട്ടറി മൈമൂനത്ത്, വിവിധ വാർഡ് മെമ്പർമാർ, കൃഷി ഓഫീസർ സുഷ്ന എന്നിവർ സംസാരിച്ചു. വിദ്യാലയത്തിൽ സംഘടിപ്പിച്ച പരിസ്ഥിതി ദിന മത്സരങ്ങളിൽ വിജയികളായവർക്ക് പ്രസിഡന്റ് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. PTA പ്രസിഡന്റ് കെ. രതീഷ് സ്വാഗതവും പ്രധാനാധ്യാപിക സ്റ്റെനി കെ. സ്റ്റീഫൻ നന്ദിയും പറഞ്ഞു. തുടർന്ന് സ്കൂൾ അങ്കണത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് വൃക്ഷത്തൈ നടുകയും ചെയ്തു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.